evaluate the surface integral double integral over sigma y square z square ds. Yes. എന്തേ സർ മൈക്കോണല്ല മ്യൂട്ട് അൺമ്യൂട്ട് ആക്കി. okay. Evaluate the surface integral double integral over sigma y square z square ds, where sigma is the part of the cone. Sigma is the part of the cone. Z is equal to root of x square plus y square that lies between the planes z equal to 1 and z equal to 2. Okay, so that is the question. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ y സ്ക്വയർ z ക്യൂബ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ y സ്ക്വയർ z ക്യൂബ് അല്ല z സ്ക്വയർ y സ്ക്വയർ z സ്ക്വയർ ആണ്. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് കോണാണ്. കോണ് ബിറ്റ്വീൻ ദി പ്ലെയിൻസ് z ഈക്വൽ ടു 1 ടു z ഈക്വൽ ടു 2. കംപ്ലീറ്റ് കോണില്ല. z ഈക്വൽ ടു 1 തൊട്ട് z ഈക്വൽ ടു 2 വരെയുള്ള റീജിയൻ മാത്രം. ഒരു കോൺ വരച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കോൺ വരച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കോൺ വരച്ചു കഴിഞ്ഞാല് ഓക്കെ, കോൺ ഇങ്ങനെയാണല്ലോ. കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ഓക്കെ, അതിൽ ഇത്രയും ഇപ്പൊ z ഈക്വൽ ടു 1 ഇതാണെങ്കിൽ ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെ ഈ ഇത്രയും റീജിയൻ. ഓക്കെ, കംപ്ലീറ്റ് കോണില്ല. z ഈക്വൽ ടു 1 തൊട്ട് z ഈക്വൽ ടു 2 വരെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി കോൺ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സർഫസിലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസെറ്റ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഇസെറ്റ് ഓഫ് എക്സ് വൈ റൂട്ട് ഓഫ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ plus 1 dA. This is our equation. Okay. Double integral over R f of x comma y comma z of xy into root of dou z by dou x whole square plus dou z by dou y whole square plus 1 dA. This is g of xy now. കാരണം z is a surface in terms of x and y. g of x comma y. ഈ ഫോമിലാണെങ്കിൽ ഇവിടെ z എന്ന് പറയുന്നത് എക്സിലും വൈയിലും ആണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസെറ്റിന്റെ സ്ഥാനത്ത് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇവിടെ വൈ സ്ക്വയർ into z square എന്ന് പറഞ്ഞാൽ x square plus y square. So x square y square into x square plus y square. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും. ഇസെറ്റിന്റെ സ്ഥാനത്ത് ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുക്കുക. അപ്പൊ ഇസെറ്റ് സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആവും. പുറത്തൊരു വൈ സ്ക്വയർ ഉണ്ട്. സോ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണണം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണാൻ ഇതിന്റെ ഡെറിവേറ്റീവ് dou by dou x of root of x square plus y square. So that is 1 by 2 root of x square plus y square into
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. അപ്പൊ 2x. ഈ ടൂവും ക്യാൻസൽ ചെയ്യാം. സോ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഡോ സെറ്റ് ബൈ ഡോ എക്സ്. ഓക്കെ. ഇനി ഇതേപോലെ ഡോ സെറ്റ് ബൈ ഡോ വൈ കാണാം. ഡോ സെറ്റ് ബൈ ഡോ വൈ. ഡോ സെറ്റ് ബൈ ഡോ വൈ കാണാം. ഡോ സെറ്റ് ബൈ ഡോ വൈ ആകുമ്പോൾ ഇവിടെ എക്സിന് സ്ഥാനത്ത് വൈ ആവും. അത്രേ ഉള്ളൂ. വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ. പ്ലസ് 1. ഓക്കെ. ഇനി നമ്മളിത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is double integral over r y square into x square plus y square into root of x by root of x square plus y square plus y by root of x square plus y square plus 1 d. Okay. ഇവിടെ എക്സ് സ്ക്വയർ ഇതിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? ഇതിന്റെ സ്ക്വയർ എടുക്കണം. Okay. So this is double integral over r y square into x square plus y square. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ. സോ ന്യൂമറേറ്റർ തമ്മിൽ സബ് ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 വരും. 1 പ്ലസ് 1 ഇസ് ബിക്കം റൂട്ട് 2. ഈ റൂട്ടിനുള്ള അകത്തുള്ള സാധനം എന്ന് പറയുന്നത് റൂട്ട് 2 ആയിട്ട് മാറും. റൂട്ട് 2 നിങ്ങൾ ഞാൻ എഴുതുമ്പോൾ തന്നെ ഒപ്പം എഴുതി പോവാട്ടോ. ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഒപ്പം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി പോവാ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് വീഡിയോ കാണുമ്പോഴൊന്നും ചിലപ്പോൾ ഇതേപോലെ ക്ഷമയും കിട്ടില്ല. അത്രയും വെയിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ക്ഷമയും കിട്ടില്ല. ഓക്കെ. So y square into x square plus y square into root 2 dA. Root 2 dA. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടേം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുക പോളാർ ഇന്റഗ്രൽസ് ആണ്. ഓക്കെ. ഇപ്പൊ പോളാർ ഇന്റഗ്രൽസ് പറയുമ്പോൾ ഇസെഡ് ഈക്വൽ ടു 1 ടു ഇസെഡ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ റീജിയൻ. ഇസെഡ് ഈക്വൽ ടു 1 ടു ഇസെഡ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ. സോ നമ്മുടെ ഇക്വേഷൻ ഇസെഡിന്റെ ഇക്വേഷൻ എന്താ? ഇസെഡിന്റെ ഇക്വേഷൻ ഇസെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇസെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അവിടെ ഇസെഡിന് 1 കൊടുക്കുക. അവിടെ ഇസെഡിന് 1 കൊടുക്കുക. ഇസെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ഇസെഡ് ഈക്വൽ ടു 1. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തില് ഫസ്റ്റ് ഒക്ടന്റ് ആയിരുന്നു. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടന്റ് ആയിരുന്നു. ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇസെഡിന് 0 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ഇസെഡ് ഈക്വൽ ടു 1 ടു ഇസെഡ് ഈക്വൽ ടു 2 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. between the planes z equal to 1 and z equal to 2. അപ്പൊ നമ്മൾ ഇസെഡിന് 1 കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ് അല്ലെ? ആർ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ആർ സ്ക്വയർ ഈക്വൽ അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ആണ്. ആർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ.
r equal to 1. ഇനി z equal to 2 കൊടുക്കുമ്പോൾ root of x square plus y square equal to 2. So r equal to 2. r equal to 2. Okay. r equal to 2. ഇനി തീറ്റയുടെ വേരിയേഷൻ കംപ്ലീറ്റ് ബേസ് എന്ന് പറയുന്നത് കോണാണ് അല്ലെ, സർക്കിൾ ആണ്. സോ കംപ്ലീറ്റ് സർക്കിൾ ഉണ്ട്. സോ തീറ്റയുടെ വേരിയേഷൻ 0 to 2π. 0 to 2π. സോ ഇതിനെ നമ്മൾ നേരെ പോളാർ ഇന്റഗ്രലിലേക്ക് മാറ്റാൻ പോവാണ്. സോ ദിസ് ബിക്കം, നമ്മളൊക്കെ ചെയ്തതാണ് പോളാർ ഇന്റഗ്രലിന്റെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π 1 to 2. ആറിന്റെ വേരിയേഷൻ 1 to 2 ആണ്. സോ 1 to 2 y സ്ക്വയർ എന്ന് പറയുമ്പോൾ y എന്ന് പറഞ്ഞാൽ r sin θ ആണ്. സോ r സ്ക്വയർ sin സ്ക്വയർ θ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ ആണ്. √2 r tr dθ. √2 r tr dθ. So ഇവിടെ r square into r, that is r raised to 5. So 0 to 2π 1 to 2 r raised to 5 sin square theta into √2 dr dθ. Okay. So this is 0 to 2π √2 പുറത്തേക്ക് എടുക്കുക, sin square theta പുറത്തേക്ക് എടുക്കാം. r raised to 5 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r raised to 6/6. ലിമിറ്റ് 1 to 2 dθ. So 2 raised to 6 എന്ന് പറയുമ്പോൾ 2 raised to 6 is 64. 64/6. 64/6. 64/6 √2 into sin square theta. 64/6 minus 1/6. Lower limit r ന് 1 കൊടുക്കുമ്പോൾ 1/6 dθ. That is 63/6. അത് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് √2 into 63/6. √2 into 63/6 integral 0 to 2π sin square theta dθ. sin square theta ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ sin square theta നമുക്ക് 1 minus cos 2 θ/2 എഴുതാം. 1 minus cos 2 θ/2. sin square theta equal to 1 minus cos 2 θ/2. again എഴുതി തന്നിട്ടുള്ള ഇക്വേഷൻസ് ആണ്. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ എഴുതി തന്നിട്ടുണ്ട് ഇന്റഗ്രേഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. So that is √2 into 63/6 integral 0 to 2π 1 minus cos 2 θ/2 dθ. So that is √2 into 63/6. Then split here. So integral 0 to 2π 1/2 dθ minus integral 0 to 2π cos 2 θ/2 dθ. So that is √2 into 63/6. 1/2 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 θ. So θ/2. ലിമിറ്റ് 0 to 2π മൈനസ് cos 2 θ നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2 θ/2 വരും. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. സോ ഇറ്റ് ബിക്കം 4.
ലിമിറ്റ് 0 to 2 pi. So upper limit കൊടുക്കുക. So root 2 into 63/6 into 2 pi by 2 is pi minus 0 minus ഇവിടെ തീറ്റയ്ക്ക് 2 pi കൊടുക്കുമ്പോൾ sin 4 pi is 0. തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ sin 0 അത് again 0. So that is root 2 into 63/6 into pi. 63/6 63 3 പോവും 21. Okay. So root 2 into 21 by 6 2 21 by 2. So root 2 ഇവിടെ ഒരു പൈ ഉണ്ട് 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി ഒരു root 2 ഇവിടെ ഉണ്ടാവും. So answer is 21 by root 2 pi. 21 by root 2 pi. Is it clear to everyone? Any doubt? ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ. Any doubt? നോ സർ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം കൂടെ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് അറ്റൻഡൻസ് നോക്കാം. അറ്റൻഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർഫസ് ഇന്റഗ്രൽസ് ആണ്. സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ അലോങ് എ സർഫസ്. ഒരു സർഫസിൽ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇന്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ അലോങ് എ സർഫസ്. അപ്പൊ സർഫസ് ആകുമ്പോൾ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ആവശ്യം വരും. സർഫസ് ആകുമ്പോൾ 2 വേരിയബിൾ ഉണ്ടാവും, എക്സും വൈയും ഉണ്ടാവും. സോ ഡബിൾ വേരിയബിൾ വരും. ഓക്കെ. ലൈൻ ആവുമ്പോൾ സിംഗിൾ വേരിയബിൾ ആണ്. കാരണം ഒരു കർവ് അല്ലേ, കർവിന് 1 ഡയമെൻഷണൽ ആണ്. കർവ് ഒക്കെ 1 ഡയമെൻഷണൽ ആണ്. സോ ഒറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ. ടി ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യും. ഞാൻ അറ്റൻഡൻസ് ഇടാം. T4 ഇപ്പൊ അറ്റൻഡൻസ് വരും. T3 വരും.
Okay. Next question. Evaluate the surface integral. Evaluate the surface integral. Double integral over sigma f of xy z ds, where f of xy z is equal to xy. Sigma is the portion of the plane. Portion of the plane. X plus y plus z equal to 2. Lying in the first octet. Lying in the first octet. X plus y plus z equal to 2. X of xy z equal to xy. So നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ along this plane, ഇത് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്, along this plane, ആ പ്ലെയിന്റെ കംപ്ലീറ്റ് പ്ലെയിൻ ഇല്ല, ഓൺലി ഫസ്റ്റ് ഒക്ടന്റ്. ഓക്കെ, ഫസ്റ്റ് ഒക്ടന്റിലുള്ള ഈ പ്ലെയിനിലെ സർഫസിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ g of xy into root of dou z by dou x whole square plus dou z by dou y whole square plus 1 dA. Dou z by dou x whole square plus dou z by dou y whole square plus 1 dA. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സെറ്റിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് സർഫസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഈക്വൽ ടു 2, അപ്പോൾ ഇസെഡ് ഈക്വൽ ടു 2 മൈനസ് എക്സ് മൈനസ് വൈ, ഇസെഡ് ഈക്വൽ ടു 2 മൈനസ് എക്സ് മൈനസ് വൈ. സോ ഇവിടെ എക്സ് വൈ ആണ്, ഇസെഡ് ഇല്ല. ഓക്കെ, അപ്പൊ അത് എക്സ് വൈ തന്നെ മതി. ഇസെഡ് ഉണ്ടെങ്കിലേ ഇസെഡിന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെറ്റിൽ ഇസെഡ് ഇല്ല, എക്സ് വൈ മാത്രമേ ഉള്ളൂ. സോ എക്സ് വൈ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണണം. ഡോ സെറ്റ് ബൈ ഡോ എക്സ്, ഇവിടെ ഡോ സെറ്റ് ബൈ ഡോ എക്സ് കാണുമ്പോൾ -1 കിട്ടും, -1. ഇവിടെ ഡോ സെറ്റ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ അഗൈൻ -1 വരും. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 equal to root of -1 whole square plus -1 whole square plus 1 equal to √3. Okay, so our equation കിട്ടുക double integral over r xy into √3 dA. Okay, xy into √3 dA. ഈ ഫസ്റ്റ് ഒക്ടന്റ് ആണ്, അപ്പൊ ഇസെറ്റിന് 0 കൊടുക്കണം. പുട്ട് ഇസെറ്റ് ഈക്വൽ ടു 0. ഇസെറ്റിന് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 കൊടുക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. x plus y equal to 2. So x plus y equal to 2 വരില്ല. ഇസെറ്റിന് ഈ ഇക്വേഷൻ കൊടുക്കുക x plus y equal to 2. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒക്ടന്റിന്റെ ഒരു ബൗണ്ടറി x ആക്സിസ്, ഒരു ബൗണ്ടറി y ആക്സിസ്, ഒരു ബൗണ്ടറി x plus y equal to 2. അപ്പൊ നമ്മൾ റീജിയൻ എങ്ങനെ വരയ്ക്കും? x plus y equal to 2 പറയുമ്പോൾ ഒരു ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഓക്കെ, so ഈ ലൈൻ എന്ന് പറയുന്നത് x plus y equal to, so that is y equal to 2 minus x. So this is our region R. Okay.
നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം ആണ്. ജസ്റ്റ് കുറച്ച് ഫംഗ്ഷനും ഇതും സർഫസും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതിന്റെ വെർട്ടിക്കൽ ലൈൻ എടുത്തു. അപ്പോൾ വൈയുടെ ലിമിറ്റ് 0 to 2 - x, എക്സിന്റെ ലിമിറ്റ് 0 to 2. ഓക്കെ, ഈ മൊത്തം റീജിയൻ കവർ ചെയ്യണമെങ്കിൽ വൈയുടെ ലിമിറ്റ് 0 to 2 - x, എക്സിന്റെ ലിമിറ്റ് 0 to 1. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 0 to 1, 0 to 2 - x, xy into √3 dy dx. y into √3 dy dx. ഇതൊന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും. എന്നിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. ഞാൻ ചെയ്തില്ല, നിങ്ങൾ ചെയ്താൽ. ഓക്കെ, ഓക്കെ, മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? എനി ഡൗട്ട്? മുഹമ്മദ് നവാഫ് ഹാപ്പി? Happy, sir. ഹാപ്പി, വെരി ഗുഡ്. ഫിദ അബ്ദുൽ ഷുക്കൂർ Yes, sir. ഹാപ്പി? Yes, happy. ഹാപ്പി, ഓക്കെ. Fahim, are you here? And Okay. ഹാപ്പി മനസ്സിലാവുണ്ടോ ക്ലാസ്? സന്തോഷമില്ലോ മനസ്സിലാവണമെന്ന് പറയുമ്പോ. നോക്കുന്നുണ്ടോ? വീഡിയോസ് ഒക്കെ നോക്കുന്നുണ്ടോ? ഓക്കെ. ഫാത്തിമത്തുൽ ഫിദ. Yes, sir. ഫാത്തിമത്തുൽ ഫിദ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുണ്ടല്ലോ, ചില ദിവസങ്ങളിലൊന്നും കാണാറില്ലല്ലോ. എന്താ സംഭവം? താല്പര്യമില്ലേ? അല്ല, വയ്യാത്തോണ്ടായിരുന്നു. ആണോ? ആ കഴിഞ്ഞ ക്ലാസ് ഒക്കെ കേട്ടിരുന്നോ? കേട്ടിരുന്നു. എന്താ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്തോ? കഴിയാനായി. കഴിയാനായി, ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആ ഹനീന ഇവിടെ ഉണ്ടോ? ഹനീന, നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യണേ. ഹനീന, ആർ യു ഹിയർ? ഹനീന ഇവിടെ ഇല്ല, ഉണ്ടല്ലേ? ഓക്കെ. ജസീം ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്? ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ആയിക്കോട്ടെ. വിനീത്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. നിജാസ്, എന്താണ് ക്ലാസ് മനസ്സിലാവുണ്ടോ? പിന്നെ മനസ്സിലാവുണ്ട് അല്ലേ? ഓക്കെ. എന്താ ഈ ക്വസ്റ്റ്യൻ ബാങ്ക്? ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. റഷ ഫാത്തിമ, Yes, sir. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ട്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. നിതാഷറിൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ കാണാറില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ സ്ഥലത്തുണ്ടോ? ഉണ്ട് സാറേ. ഇത് ഇടയ്ക്കൊന്നും കാണലില്ലല്ലോ. എന്താണ് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യലില്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ഇവിടെ ക്വാറന്റൈൻ ആണ്. അതിന്റെ ഒരു ഇതുണ്ട്. അല്ല, ഇടയ്ക്കൊക്കെ ആബ്സെന്റ് ആവലുണ്ടേ നല്ലോണം. ക്ലാസ് സെമിസ്റ്റർ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടിയോ എല്ലാവർക്കും? മർഷീൻ, ആൻസർ കിട്ടിയോ? Yes, sir. എന്താ കിട്ടിയേ? 3/6. √3/6 അല്ലേ? അല്ല. അല്ല.
അല്ല 2√3/3 കിട്ടിയോ ആർക്കെങ്കിലും? 2√3/3. ഓക്കെ, ഞാനൊന്ന് ചെയ്ത് നോക്കാം. സോ ഇന്റഗ്രൽ 0 to 1 നമ്മൾ ഇതിന് എക്സ് പുറത്തേക്ക് എടുത്തു. സോ വൈയുടെ ഇന്റഗ്രൽ √3 പുറത്തേക്ക് എടുത്തു. വൈനെ ചെയ്യുമ്പോൾ y²/2 ലിമിറ്റ് 0 to 2 - x dx. സോ ഇന്റഗ്രൽ √3 പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ 0 to 1 x into 2 - x the whole square by 2 minus 0 dx. So that is √3 into integral 0 to 1 x into the expand here, so 4 minus 4x plus x square by 2 dx. X ഉള്ളിലേക്ക് multiply ചെയ്യുക. So √3 into integral 0 to 1 4x minus 4x plus 4x square plus x cube by 2 dx. ഓക്കെ, ഇത് ഓരോന്നും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ √3 into 4x/2 എന്ന് പറഞ്ഞാൽ 2x. ഓക്കെ, √3/2 പുറത്തേക്ക് എടുക്കുക. 4x ഇന്റഗ്രേറ്റ് ചെയ്താൽ 4x²/2 minus 4x³ by 3 plus x⁴/4 ലിമിറ്റ് 0 to. ഈ 2 ഞാൻ ഇവിടേക്ക് കൊടുത്തു. √3/2 വേണം. ഇനി ഇവിടെ എക്സിന് 1 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. So that is √3/2 into 4/2 minus 4/3 plus 1/4. So √3/2 into 2 minus 4/3 plus 1/4. So √3/2 into 6 minus 4/3 plus 1/4. So √3/2 into 2/3 plus 1/4. So √3/2 into 2/3 plus 1/4, 8 plus 3, 11/12. എവിടെയോ പാടിയുണ്ടല്ലോ. 4 minus 4. ആർക്കെങ്കിലും വേറെ ആൻസർ കിട്ടിയോ? ലിമിറ്റ് മാറിയിട്ടില്ല സാറ്. ആ 0 to 2 ആണ് അല്ലേ? ആ ഓക്കെ 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 ഫൈൻ. 0 to 2 ആണ്. 1 വെച്ചിട്ടാ ചെയ്യും.
അപ്പൊ 2 കൊടുക്കുമ്പോ ഇവിടെ എന്താ വരിക? 2 കൊടുക്കുമ്പോ ഇതൊക്കെ മാറും. ടു കൊടുക്കുമ്പോ √3/2 into 4 into 2 square by 2 minus 4 into 2 cube by 3 plus 2 raised to 4 by 4. Okay, lower limit എടുക്കുമ്പോൾ 0 ആയിരിക്കും. So √3/2 into 4 into 2 ഇവിടെ 2 square 8 minus 4 into 8 32/3 plus 16/4 4. So √3/2 into 8 plus 4 12. 12 minus 32/3. 12 into 3 36. 36 minus 32 4. So √3/2 into 4/3. Right. So 2 4 cut ചെയ്താൽ ഇവിടെ ഒരു 2. √3 3 cut ചെയ്താൽ ഇവിടെ ഒരു √3. So that is 2/√3. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഇതിനെ എങ്ങനെ എഴുതാം? 2 into 2 √3/3 ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെ. ഓക്കെ, 2/√3 അല്ലെങ്കിൽ 2 into √3/3 കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഹലോ, യെസ് വർഷീന. ഓക്കെ, കിട്ടി. അബ്ഖാന് കിട്ടി, ഷഹീറിന് കിട്ടി. യെസ്. സോ ഇതാണ് സർഫസ് ഇന്റഗ്രലിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് വേറെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻ ബാങ്കില് മോഡൽ ക്വസ്റ്റ്യൻസില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഏതോ കൺസർവേറ്റീവിന്റെ ചോദ്യമല്ലേ? ഫസ്റ്റ് ഈസ് ദ വെക്ടർ വേർ r vector equals x I vector plus y j vector plus 2k vector conservative. Justify your answer. കൺസർവേറ്റീവ് ആണോ നോക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ r vector അല്ലേ തന്നെ? അല്ല, അത് നൊട്ടേഷൻ കുഴപ്പമില്ല. കൺസർവേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, അത് നൊട്ടേഷൻ നോക്കണ്ട. എഫിന് സ്ഥാനത്ത് 6 എന്നേ ഉള്ളൂ, പ്രശ്നമില്ല. ഓക്കെ, പ്രശ്നമില്ല. കൺസർവേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. വൈ വെക്ടർ ഏതാന്ന് പറയും. r vector equal to I vector I vector x I vector x I vector. Okay, y j vector plus y j vector okay plus 2k vector. 2k vector. 2 ആണോ z ആണോ? 2. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഒന്നുമില്ല. m is equal to x, n is equal to y, p equal to 2. അപ്പൊ ഡോ എം ബൈ ആ 3 കണ്ടീഷൻസ് ഇല്ലേ, ഏതായിരുന്നു? ഞാൻ മറന്നുപോയി. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ എക്സ്, പിന്നെ ഡോ എം ബൈ ഡോ ഇസെറ്റ് ഈക്വൽ ടു ഡോ പി ബൈ, അല്ലേ? ഡോ പി ബൈ ഡോ എക്സോ? ഡോ എക്സ് ആണോ ഡോ വൈ ആണോ? ഡോ എക്സ്. ശരിയാണോ? അതെ. പിന്നെ ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു, അല്ല, ഡോ എൻ ബൈ ഡോ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ, അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ ഡോ എം ബൈ 1 വരും. അല്ല, ഇവിടെ എല്ലാം 0 ആവും, അല്ലേ? എല്ലാം 0 അല്ലേ കിട്ടാ? 0 ഈക്വൽ ടു 0 കിട്ടില്ലേ? ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ അല്ലേ? ഇത് 0 ഈക്വൽ ടു 0 അല്ലേ? ഇതും ട്രൂ അല്ലേ? ഇത് 0 ഈക്വൽ ടു 0 അല്ലേ? ട്രൂ അല്ലേ? സോ കൺസർവേറ്റീവ്. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിപ്പോ നോക്കണ്ട. r വെക്ടർ അത് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ശ്രദ്ധിക്കാണ്ട് പറ്റുന്ന തെറ്റാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അതിൽ ആർ വെക്ടർ എന്നാ കണ്ടത്. അങ്ങനെയില്ല, പരീക്ഷയ്ക്ക് എഫ് വെക്ടർ എന്നായിരിക്കും തരിക കൂടുതലും. ഇനിയിപ്പോ അങ്ങനെ തന്നിട്ടില്ലെങ്കിലും ഇത് കമ്പോണന്റ് ഫങ്ഷൻസ് നോക്കുക. കൺസർവേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് എന്ന് പറയുള്ളൂ, ബാക്കിയുള്ളതിന് നമ്മൾ കൺസർവേറ്റീവ് എന്ന് പറയില്ല. ഓക്കെ, അപ്പൊ ആർ വെക്ടറിനൊന്നും ഒരിക്കലും കൺസർവേറ്റീവ് എന്നുള്ള മീനിങ് ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി, അത് കൺസർവേറ്റീവ് എന്നുള്ളത് വെക്ടർ ഫീൽഡ് ആണ് തന്നിട്ടുള്ളത് മനസ്സിലാക്കിയാൽ. ഓക്കെ, ഇതേ തന്നെ ഇങ്ങനെയും ചെയ്യാട്ടോ. ഡെൽ ക്രോസ് എഫ് വെക്ടർ കണ്ടുപിടിക്കും. കേള് കേള് കണ്ടുപിടിക്കും. കേള് കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടിയാലും കൺസർവേറ്റീവ് ആണ്. കേൾ ഓഫ് എഫ് വെക്ടർ 0 ആണെങ്കിലും കൺസർവേറ്റീവ് ആണ്. അപ്പൊ നമ്മള് ഇതേ തന്നെ ഇങ്ങനെയും ചെയ്യാം. ഐ വെക്ടർ, ജെ വെക്ടർ, കെ വെക്ടർ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസെറ്റ്, എക്സ് വൈ 2. ഓക്കെ, ഐ വെക്ടർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 2 0 വരും. അടുത്ത് എല്ലാം 0 കിട്ടും. കെ വെക്ടർ ഇൻറ്റു 0 കിട്ടും. സോ മൊത്തം 0 വെക്ടർ കിട്ടും. സോ ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. മനസ്സിലായി? മനസ്സിലായി? ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാത്തവർക്ക് എക്സിറ്റ് അടിച്ച് പോകാം. നോ ഇഷ്യൂ. ഈ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ആ, അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കിൽ 30G ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് വേർ സി ഈസ് ദ പാരാമീറ്റർ. ഒരു സെക്കൻഡ്, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോട്ടെ. ആ, ഇന്റഗ്രൽ എക്സ് വൈ സെഡ് ഡി എസ് ഓക്കെ where C is the parametric equation with ആ x equal to t, ഓക്കെ y equal to 3t square, ആ z equal to 6t cube, ഓക്കെ പിന്നെ 0 less than or equal to t less than or equal to 1. ആ, സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി നോക്കാം. എക്സ് ഓഫ് ടി ഇതിന് ആർ വെക്ടർ ഓഫ് ടി എഴുതാം. ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ വെക്ടർ പ്ലസ് 3t സ്ക്വയർ ജെ വെക്ടർ പ്ലസ് 6t ക്യൂബ് കെ വെക്ടർ മോഡുലസ് ഓഫ് ആർ വെക്ടർ ഓഫ് ടി. ആർ വെക്ടർ ഡാഷ് ഓഫ് ടി അല്ലെ? ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ആദ്യം കാണും. സോ ഐ വെക്ടർ പ്ലസ് 6t ജെ വെക്ടർ 6t പ്ലസ് plus 18 18t square. കെ വെക്ടർ. ഇനി ഇതിന്റെ മോഡുലസ് എടുക്കുക. So Root 1 1 plus 36t square plus 18 സ്ക്വയർ എത്രയാ? 324 അല്ലേ? t raised to 4. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുക്കുക. സോറി, റൂട്ട് ആവശ്യം. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതിയല്ലോ, ഇതിലെന്താ ടഫ്? അതല്ല, റൂട്ട് വന്നപ്പം ചെയ്യാൻ കിട്ടുന്നില്ല. ആ, നോക്കാം നോക്കാം. ഇന്റഗ്രൽ 0 to 1 t into 3t square into 6t cube അല്ലേ? into root of 1 plus 36t square plus 324t cube t raised t to raised 4 to 4. dt. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 1 ഇത് മൾട്ടിപ്ലൈ 18t raised to 5 അല്ലേ? root of 1 plus 36t square plus 324t raised to 4 dt. ഇന്റഗ്രേറ്റ് ചെയ്യാൻ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ. t raised to 5-നെ
u കൊടുത്തു കഴിഞ്ഞാൽ 5t4 equal to du/dt. ഇവിടെ നമുക്ക് പറ്റും, ഈ ടേമിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t4 സ്ഥാനത്ത് ഇല്ല. മെത്തേഡൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സിമ്പിൾ മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇതിപ്പോ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇതിന്റെ ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യാം നമുക്ക്. ഇത് ഈ സാധനത്തിനെ ഇത് 36t² 324 ഇതല്ലേ, ഇതിനെ നമുക്ക് ഉള്ളിലത്തെ ടേമിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ t4 m എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം, m² എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ t² എന്നുള്ളത് m ആവുമല്ലോ, ശരിയല്ലേ? അപ്പൊ അത് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1 + 36m + 18 അല്ല 324 m² എന്നാവും. എന്നിട്ട് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഇത് എന്ന് പറഞ്ഞ 18t+1² അല്ലേ? നോക്കി നോക്കൂ, ഈ സാധനം 18t+1² അല്ലേ? ആണല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് 18t √18t+1² എഴുതാലോ. അപ്പൊ ഇത് എന്തായി മാറി? 18t+1 ആയല്ലോ. ഇനി നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ റൂട്ട് പോവും. ഇവിടെ ഉള്ളിൽ സ്ക്വയർ ഉള്ളത് കൊണ്ട് റൂട്ട് പോവും. ഇത് 18t+1 ആയിട്ട് മാറും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ചോദിച്ചോ. ഒറ്റ മിനിറ്റ്. x/√. x/√. x/, അല്ല, f(x,y,z) = 1/√x² + y² + z². പറഞ്ഞോളൂ. f(x,y,z) = 1/√x² + y² + z² into xi plus yj plus zk. അതിന്റെ ഡൈവേർജൻസും കേളും കാണും. This m is equal to x/√(x² + y² + z². n equal to y/√(x² + y² + z². ശരിയല്ലേ? p equal to z/√(x² + y² + z². ഇനി നമ്മളിതിനെ dm/dx അത് കാണാം. dm/∂m/∂x കാണാം. ∂m/∂x കാണുമ്പോൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യന്റ് റൂൾ √(x² + y² + z² into 1 minus x into 1/2√(x² + y² + z² into 2x. Okay. So √(x² divided by square ഉണ്ടാവല്ലോ, അത് ഞാൻ വിട്ടുപോയി. x² + y² + z².
സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സാർ അതിന് എങ്ങനെ ആക്കിക്കൂടെ? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു -1/2. അപ്പം ഡിനോമിനേറ്റർ അങ്ങനെ വരൂലല്ലോ. ഈ ടു ക്യാൻസൽ ആവും. ഇനി ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ റൂട്ടിനെ. ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആവും അല്ലേ? ശരിയല്ലേ? ഇവിടെ ഒരു -x സ്ക്വയർ വരും അല്ലേ? ഇത് താഴേക്ക് പോകുമ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് വരും. അപ്പൊ അത് ഓൾറേസ് 3/2. ഓക്കെ ശരിയല്ലേ? അപ്പൊ ഈ എക്സ് സ്ക്വയറും -x സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഓക്കെ ഇനിയിപ്പോ ∂n/∂y ആകുമ്പോ ഇതുപോലെ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇവിടെ എക്സ് വന്നപ്പോ വൈയും ഇസറ്റും അല്ലേ? അപ്പൊ വൈ വരുമ്പോ അടുത്തത് എക്സും ഇസറ്റും വരും. മനസ്സിലായി? അടുത്തത് ∂p/∂z ആവുമ്പോ ഇവിടെ എക്സും ഇസറ്റും വൈയും വരും. അതെങ്ങനെ വരുള്ളൂ. ഓക്കെ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. രണ്ടായി വരും. കേള് കുറച്ച് ലെങ്തി ആയിരിക്കും, അത് ചെയ്യാം. ഓക്കെ സാർ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ക്ലാസ് സ്വാലിഹ വെറുതെ ക്ലാസ് ചടങ്ങിന് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ